സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സമയബന്ധിതമായി കുടിശ്ശിക കൊടുത്തു തീർക്കും. ചെലവ് ചുരുക്കാനുള്ള ഉത്തരവ് ഈ മാസം 31-നകം പുറപ്പെടുവിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. നികുതിയേതര വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. നികുതിയേതര വരുമാന വർധനയ്ക്കായി വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. സർക്കാർ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കും. പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം ചെലവ് ചുരുക്കലിനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നതാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, സഭയിൽ മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കും, ഈ മാസം അവസാനത്തോടെ ചെലവ് ചുരുക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത്? ലക്ഷ്മി, ചട്ടം 300 അനുസരിച്ചായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം. പക്ഷേ അപ്പോഴും ഇത് എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. 2024-25 സാമ്പത്തിക വർഷത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു ഒഴുക്കൻ മട്ടിലുള്ളൊരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് വിതരണം ചെയ്യും എപ്പോൾ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ 5 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് നിലവിലുള്ളത്. ഈ സാമ്പത്തിക വർഷം 2 ഗഡുവും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുവും വിതരണം ചെയ്യും എന്നുള്ള അത്തരത്തിലുള്ള ഒരു മറുപടിയാണ്. കൃത്യമായ ഒരു കാര്യം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM-ന് കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു. പിന്നീട് CPM-ന്റെ യോഗം ചേർന്നപ്പോഴൊക്കെ തന്നെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളതും മറ്റ് ആനുകൂല്യങ്ങളും കാരുണ്യ പദ്ധതിയൊക്കെ നിലച്ചതും മറ്റ് സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നിലച്ചതും വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. പതിവ് പോലെ തന്നെ കൃത്യമായി കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ടുകൾ അനുവദിച്ചിട്ടും ഇത് കേന്ദ്രം കൃത്യമായി നൽകുന്നില്ല, അതാണ് ഇത്രത്തോളം പ്രതിസന്ധിക്കൊക്കെ കാരണം എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ തനത് വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ക്ഷേമാനുകൂല്യങ്ങളിൽ കുടിശ്ശികയുണ്ട്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതികളുണ്ട്. ചെലവ് ചുരുക്കലിന് അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. വിവിധ വകുപ്പുകൾ ഈ മാസം 31-നകം പ്രത്യേക ഉത്തരവ് പുറത്തിറക്കും. കടുത്ത പണഞ്ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ പ്രതിപക്ഷം കൃത്യമായി പറയുന്നുണ്ട്, വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനു മുൻപും പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും തന്നെ നടപ്പിലാക്കാതെ പോവുകയാണ് എന്നുള്ളതിൽ കൃത്യമായൊരു മറുപടി നൽകാതെ ഒഴുക്കൻ മട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി. രശ്മി കാർത്തിക വിവരങ്ങൾ നൽകിയത്.